കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും മഹത്വമുള്ള നാമത്തിൽ വിനീതമായി സ്നേഹവും വന്ദനവും ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. നമ്മോടൊപ്പമായിരിക്കുന്ന കർത്തൃദാസനെയും വന്ദനം ചെയ്യുന്നു. രാത്രിയിലെ ശുശ്രൂഷ നമുക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. 18 ദിവസങ്ങൾ നമ്മൾ ഭവനങ്ങളിൽ, കുവൈറ്റിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നു. ഇന്ന് രാത്രി മുതൽ ഈ ഹാളിൽ വെച്ച് 3 ദിവസം ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ CL ബൈജു അവர்கள் നമ്മോടൊപ്പമായിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ്, ഷാരോൺ ഫെലോഷിപ്പ് സഭയിലെ പാസ്റ്ററാണ്. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ നമുക്കൊരു അനുഗ്രഹമാകട്ടെ. സമയം കളയാതെ കർത്തൃദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ CL ബൈജു. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ അനുഗ്രഹീതമായ നാമം ഇന്ന് രാത്രി മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന ഉപവാസക്കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ഈ 19-ാം ദിവസം രാത്രി നിങ്ങളോടൊരുമിച്ച് കർത്താവിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിമിത്തമായിരിക്കാൻ കർത്താവ് ജീവിതത്തിൽ ഒരുക്കുന്ന നല്ലതും വിലയേറിയതുമായ ഈ ധന്യ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടപ്പെട്ട എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രത്യേക വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് രാത്രി യോഗം പ്രസൈഡ് ചെയ്യുന്ന ബഹുമാന്യനും ആദരണീയനും ഈ സഭയുടെ ശുശ്രൂഷകനും ഈ ദേശത്തിൻ്റെ കാവൽക്കാരനുമായി ദൈവമാക്കി വച്ചിരിക്കുന്ന ബഹുമാന്യ ദൈവദാസനെ ഓർക്കുന്നു. ക്രിസ്തുവിലെൻ്റെ തികഞ്ഞ വന്ദനം ഇന്ന് രാത്രി അറിയിക്കുന്നു. മറ്റ് ഗാനങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായ ദൈവദാസന്മാർ, ദൈവമക്കൾ പകല് ജോലി തിരക്കിൻ്റെ നടുവിലും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി കാണുവാൻ വളരെ ആവലോടെ കടന്നു വന്ന എല്ലാ കുഞ്ഞുകുട്ടി ആബാലവൃത്തം ജനത്തെയും ഒറ്റ വാക്കിൽ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട്, വന്ദനം പറഞ്ഞുകൊണ്ട്, മുഖപുരവുകൾക്ക് ഞാൻ അവസാനം കുറിച്ചുകൊണ്ട് ഒരു വചനചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിപ്പാനായിട്ട് നമുക്ക് താല്പര്യപ്പെടാം. പരിചയമുള്ള മുഖങ്ങൾ പലതുമുണ്ട്. എങ്കിലും ഇന്ന് രാത്രി നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 50-51 വാക്യങ്ങൾ. കുരിശിൻ മറവിൽ മറച്ചു നീ രക്തക്കോട്ടയിൽ വഹിച്ചു എന്നെ, കുരിശിൻ മറവിൽ മറച്ചു നീ രക്തക്കോട്ടയിൽ വഹിച്ചു എന്നെ, ശത്രു കാണാതെ ദുഷ്ടൻ തൊടാതെ കാത്തു കൺമണി പോൽ, കാത്തു കൺമണി പോൽ, ശത്രു കാണാതെ ദുഷ്ടൻ തൊടാതെ കാത്തു കൺമണി പോൽ, കാത്തു കൺമണി പോൽ. സ്തുതിച്ചിടും ഞാൻ നിന്നെ ഇന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. സ്തുതിച്ചിടും ഞാൻ നിന്നെ ഇന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. പതിച്ചിടണേ നിൻ കൺകളന്നിൽ, മതിമതിയായി ലോകവാസം, മതിമതിയായി ലോകവാസം. പതിച്ചിടണേ നിൻ കൺകളന്നിൽ,
മതിമതിയായി ലോകവാസം, മതിമതിയായി ലോകവാസം. സ്തുതിച്ചിടും ഞാൻ നിന്നെ ഇന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. സ്തുതിച്ചിടും ഞാൻ നിന്നെ ഇന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. തൃപ്പാദത്തിൽ ഞാൻ മുത്തിടുവാൻ, നിന്നിൻപ ശബ്ദം കേട്ടിടുവാൻ. തൃപ്പാദത്തിൽ ഞാൻ മുത്തിടുവാൻ, നിന്നിൻപ ശബ്ദം കേട്ടിടുവാൻ. പ്രാണപ്രിയ എന്നു വരും നീ എന്നെ ചേർത്തിടുവാൻ, എന്നെ ചേർത്തിടുവാൻ. പ്രാണപ്രിയ നീ എന്നു വരും നീ എന്നെ ചേർത്തിടുവാൻ, എന്നെ ചേർത്തിടുവാൻ. സ്തുതിച്ചിടും ഞാൻ നിന്നെ ഇന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. സ്തുതിച്ചിടും ഞാൻ നിന്നെ ഇന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. പതിച്ചിടണേ നിൻ കൺകളന്നിൽ, മതിമതിയായി ലോകവാസം, മതിമതിയായി ലോകവാസം. പതിച്ചിടണേ നിൻ കൺകളന്നിൽ, മതിമതിയായി ലോകവാസം, മതിമതിയായി ലോകവാസം. സ്തുതിച്ചിടും ഞാൻ നിന്നെ ഇന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. സ്തുതിച്ചിടും ഞാൻ നിന്നെ ഇന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ക്രൂശിലല്ലാതെ ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല കർത്താവേ. കുരിശിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചതല്ലാതെ ഞങ്ങളുടെ ആരോഗ്യമോ ഞങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവറോ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടുതലോ ഞങ്ങളുടെ ആരാധനയുടെ സാന്നിധ്യമോ ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ക്രൂശിൽ ഞങ്ങളെ മറച്ച ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് രാത്രി ഞങ്ങളത് ആത്മാവിൽ തിരിച്ചറിയുകയാണ് കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കണമേ. ജനത്തിനു വേണ്ടുന്ന മന്ന പറക്കിയെടുക്കുവാൻ, അത് വിളംബരം ചെയ്യുവാൻ അധരങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പകരണമേ കർത്താവേ. ശുശ്രൂഷകൾക്ക് വിഘ്നം നിൽപ്പാൻ ഒരു അന്ധകാര ശക്തിയെയും എൻ്റെ ദൈവം അനുവദിക്കരുത്. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ ഞങ്ങൾക്കേറെ അനുഗ്രഹമാക്കി തീർക്കണമേ. മഹത്വം, പുകഴ്ച, ബഹുമാനം എല്ലാം ദൈവത്തിന്. പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ളവർ കരമുയർത്തി 3 ഹല്ലേലൂയ ഉറക്കെ പറയാം ദൈവത്തിന്. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് വായിച്ച തിരുവചന ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ ശ്രദ്ധ തിരിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ വാക്യം ബൈബിളിൽ നിന്ന് നേരത്തെ വായിച്ചിട്ടുള്ളവർ കൈ ഉയർത്തേണ്ട. ബൈബിളിൽ നിന്ന് നേരത്തെ കേട്ടറിവല്ല, ബൈബിളിൽ നിന്ന് നേരത്തെ വായിച്ചിട്ടുള്ളവർ, വേദപുസ്തകത്തിൽ നിന്ന് പാരായണം ചെയ്തിട്ടുള്ളവർ ഒന്ന് കരം കണ്ടാൽ കൊള്ളാമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വളരെ ഗംഭീരമായ ഒരു ദൈവത്തിൻ്റെ തിരുവചനം. സ്തോത്രം. ഒത്തിരി ദൈവശബ്ദങ്ങൾ കേട്ട് ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ച ഒരു തിരുവചനം. സ്തോത്രം. ഈ വാക്യത്തിൽ നിന്ന് 50, 51, 2 വാക്യങ്ങളിൽ നിന്ന് 3 പദം നിങ്ങളോട് എടുത്തു പറഞ്ഞ് ആ വാക്യങ്ങളുടെ ആമിസ്തോത്രം അതിൻ്റെ പൊരുൾ തിരിപ്പാനായിട്ട് ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സ്തോത്രം.
ആ 50-51 വാക്യത്തിൽ 3 പദങ്ങൾ എടുത്തു പറയുന്നു. ഒന്ന്, സ്തോത്രം, ഞാൻ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. എത്ര പേരുന്ന് രാത്രി വിശ്വസിക്കുന്നു ഞാൻ എവിടെയായാലും എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്ന്? സ്തോത്രം. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. എന്നെ കാണുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ഉള്ള അവസ്ഥയെ അറിയുന്നൊരു ദൈവമുണ്ട്. 2, ദൈവം എന്നെ കണ്ടു കഴിഞ്ഞാൽ, ദൈവം എന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ആരെന്ന് ദൈവം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പദം ദൈവത്തിൽ നിന്ന് വലിയത് കാണും. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? സ്തോത്രം. ദൈവത്തിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കുന്ന, വലിയത് പ്രതീക്ഷിക്കുകയല്ല. ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ച വിഷയത്തിന്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച വിഷയത്തിന് വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഹല്ലേലൂയ. ഇത് രണ്ടും കൃത്യമായി നടന്നാൽ മൂന്നാമതൊരു കാര്യം കർത്താവ് പറയുന്നു. ഒന്ന്, ഞാൻ നിന്നെ കണ്ടാൽ, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ വലിയത് എന്നിൽ നിന്ന് കാണും. 3, ഇത് രണ്ടും നടന്നാൽ തുറക്കപ്പെടാൻ ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി തുറക്കുന്നൊരു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? സ്തോത്രം. തുറക്കാൻ ഒരു സ്വർഗം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ 3 കാര്യം. 1, എന്നെ കാണുന്നൊരു ദൈവം. 2, ദൈവത്തിൽ നിന്ന് വലിയവ കിട്ടുന്നൊരു ദൈവപ്രവൃത്തി. 3, നമുക്ക് വേണ്ടി തുറക്കുന്നൊരു സ്വർഗം. ഇത് 3ഉം നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിങ്ങളോട് ആ കാര്യം പറഞ്ഞ് ഞാൻ ശുശ്രൂഷിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. വളരെ സ്തോത്രം, പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. ഒന്നാമത് കർത്താവ് പറയുകയാണ്, ഏത് സാഹചര്യത്തിലിരുന്നാലും നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഇവിടെ ഒരു മനുഷ്യനെ കർത്താവ് കാണുകയാണ്. ആ മനുഷ്യൻ ഇരിക്കുന്ന സാഹചര്യം വീട്ടിനകത്തോ മുറിയിലോ മറ്റ് സാഹചര്യങ്ങളൊന്നുമല്ല. യേശു കർത്താവ് എന്നെ പറയുന്നു, ഞാൻ നിന്നെ കണ്ടത് നീ ഒരു അത്തിയുടെ കീഴിലിരുന്നപ്പോഴാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. എൻ്റെ ചിന്ത, ഈ പുള്ളിക്ക് വീട്ടിൽ ഇരിക്കാൻ മേലെ, എന്തിനാ ഈ അത്തിയുടെ കീഴിൽ ചെന്നിരിക്കുന്നേ? സ്തോത്രം. എന്താ ഈ പുള്ളിയുടെ സാഹചര്യം? സ്തോത്രം. എന്തുകൊണ്ട് അവിടെ ചെന്ന് ഇരുന്നത്? സ്തോത്രം. ഇരിക്കാനുണ്ടായ സാഹചര്യം എന്താ? പുള്ളി ആരാ? എന്താ പുള്ളിയുടെ പ്രശ്നം? എന്താ? ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു ചെറിയ പഠനം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. സ്തോത്രം. ഈ അത്തിയുടെ കീഴിലിരുന്നുവെന്ന് സ്വർഗം കണ്ടെന്ന് പറയുന്ന വ്യക്തിയുടെ പേര് നഥനയേൽ എന്ന. നഥനയേൽ. സ്തോത്രം. ഈ പുള്ളി അത്തിയുടെ കീഴിലിരിക്കുക. സ്തോത്രം. ഈ നഥനയേല് തൻ്റെ സ്വദേശം എവിടാന്ന് ബൈബിളിൽ ഒരു പരാമർശമുണ്ട്. 2 വ്യക്തികളുടെ പേരെടുത്തു പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശത്തെ പരിശുദ്ധാത്മാവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്തോത്രം. ഒന്ന്, അബ്രഹാം, പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും നാടായ ബെത്സയിദക്കാരന്. അർത്ഥാൽ ഈ നഥനയേൽ ബെത്സയിദക്കാരനാണ്. സ്തോത്രം. അദ്ദേഹത്തെ അഡ്രസ് ചെയ്യുന്നത് പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും നാടായ ബെത്സയിദക്കാരനാണ് നഥനയേൽ. അങ്ങനെയാണ് വേദപുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്തോത്രം. ഈ മനുഷ്യന് സ്തോത്രം അത്തിയുടെ കീഴിയിരിക്കുക. സ്തോത്രം. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിനകത്തുണ്ടായത്, ഈ മനുഷ്യനെ യേശുവിനെ പരിചയപ്പെടുത്തുന്നൊരു ഉച്ച ചങ്ങാതിയുണ്ട്. സ്തോത്രം. പേര് പീലിപ്പോസ് എന്നാണ്. സ്തോത്രം. പീലിപ്പോസ് എന്ന് യേശുവിനെ സ്തോത്രം പുള്ളിയുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നൊരു രീതിയുണ്ട്. അതെന്നെ ഈ ദിവസങ്ങളിൽ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. സ്തോത്രം. എന്താണെന്നറിയാവോ? ആ പീലിപ്പോസ് എന്ന് നഥനോട് യേശുവിനെ അഡ്രസ്സ് ചെയ്യുന്ന പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, ഞാനൊരു ക്രിസ്തുവിനെ കണ്ടിരിക്കുക. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ ഇതിനകത്ത് ഇരിക്കാൻ കാര്യം, നമ്മെ കണ്ടൊരു ദൈവമുണ്ട്. സ്തോത്രം. നാം കണ്ടെത്തിയ ഒരു ക്രിസ്തുവുണ്ട്. സ്തോത്രം. ആ പീലിപ്പോസ് യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാനൊരു യേശുവിനെ കണ്ടിരിക്കുക. സ്തോത്രം. ആ യേശുവിൻ്റെ പ്രത്യേകത, ഇന്നലെ മുളച്ചു വന്ന യേശുവല്ല, പുതിയ നിയമത്തിലെ ക്രിസ്തുവല്ല, മറിച്ച് പുരാതനനായ ഒരു ക്രിസ്തുവിനെ, മോശയും പ്രവാചകന്മാരും എഴുതി വച്ചൊരു ക്രിസ്തുവിനെ ഞാൻ കണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് പുരാതനനായ ഒരു ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ കിട്ടിയതാണ് നമ്മുടെ ഭാഗ്യം.
ഹല്ലേലൂയ. പുരാതനനായ ഒരു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പുരാതനനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, സൗരയൂഥത്തെ നിർമ്മിക്കുന്നതിന് മുമ്പ്, ഗാലക്സികളെയും നക്ഷത്രങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മൃഗങ്ങളെയും പക്ഷിപർവ്വജാതികളെയും വിത്തുള്ള സസ്യങ്ങളെയും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളൊക്കെ സൃഷ്ടിച്ച, മനുഷ്യനെ ഉണ്ടാക്കിയ ആ പുരാതനനായ ക്രിസ്തുവിനെ പീലിപ്പോസിന് പരിചയപ്പെടുത്തി. ആ ക്രിസ്തുവിനെ നഥനേന്റെ അടുക്കൽ ചെന്ന് പീലിപ്പോസ് പറയാണ്, ഞാനൊരു ക്രിസ്തുവിനെ കണ്ടു, ഇന്നലെ മുളച്ചവനല്ല, പുരാതനനായ ക്രിസ്തു. ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ കണ്ടുമുട്ടിയ ക്രിസ്തു പുരാതനനായ ക്രിസ്തുവാ. ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ക്രിസ്തു, നമ്മെ ശരിക്കും മനസ്സിലാക്കുന്ന ക്രിസ്തു. ക്രിസ്തുവിനെ പീലിപ്പോസ് നിന്ന് നഥനയുണ്ട് പരിചയപ്പെടുത്തുക, നല്ല അവതരണ ശൈലി പരിചയപ്പെടുത്തുക. ഞാനൊരു ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്, മോശയും പ്രവാചകന്മാരും എഴുതി വച്ചിരിക്കുന്ന ക്രിസ്തുവിനെ. എന്നിട്ട് അടുത്തൊരു പദം പീലിപ്പോസ് പറയാണ്, ഞാൻ ആ ക്രിസ്തുവിനെ കാണാൻ പോവാ. എൻ്റെ പിന്നാലെ വരിക എന്ന ക്രിസ്തു വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ക്രിസ്തുവിനെ കാണാൻ പോവാ, താങ്കളും വരുന്നുണ്ടോ? താങ്കളും വരുന്നു. ന്യായമായി നഥനേൽ പറയേണ്ട മറുപടി, ദൈവദാസനെ ഞാൻ വരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്, എനിക്ക് മറ്റത്യാവശ്യങ്ങളുണ്ട്, ഞാൻ വരുന്നില്ല. ഇത് രണ്ടുമാണ് മറുപടി പീലിപ്പോസ് പ്രതീക്ഷിച്ചത്. പക്ഷേ നഥനേൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചേ. വരാമെന്നോ വരുന്നില്ലെന്നോ അല്ല മറുപടി. അവിടെ ചെന്നാൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ അവിടെ നിന്ന് വല്ലതും കിട്ടുമെന്നുള്ള ഒരു മറുപടിയാണ് നാം നഥനേൻ്റെ വായിൽ നിന്ന് വീണ മറുപടി. ന്യായമായി പറഞ്ഞാൽ ഒരുവനെ കാണാൻ പോകുന്നു എന്ന് വിളിക്കുമ്പോൾ ന്യായമായി പറയേണ്ട മറുപടി വരുന്നു അല്ലെങ്കിൽ വരുന്നില്ല. പക്ഷേ ഈ നഥനേൻ്റെ മറുപടി, അവിടെ ചെന്നാൽ വല്ലതും കിട്ടുമോ? അവിടെ മുതലാണ് എൻ്റെ ചിന്ത പതുക്കെ ഡൈവേർട്ട് ചെയ്ത് തുടങ്ങിയത്. എന്താ ഈ പുള്ളിയുടെ ആവശ്യം? പുള്ളി ആരാ? എന്താവശ്യത്തിനാണ് ഈ വഴിത്തലക്കെ ചെന്നിരിക്കുന്നത്? എന്താവശ്യത്തിന് അത്തിയുടെ കീഴിൽ ചെന്നിരിക്കുന്നത്? എന്താ പുള്ളിയുടെ ആവശ്യം? പുള്ളി ഏത് ഗോത്രക്കാരനാ? പുള്ളി ആരാ? പുള്ളിയുടെ പ്രശ്നം എന്താ? ഈ രീതി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ഒരു കൊച്ചു പഠനം ഇങ്ങനെ നടത്തി വരുമ്പോൾ നമ്മുടെയൊക്കെ പഠനത്തിന്, നമ്മുടെയൊക്കെ അറിവിനൊക്കെ ഹ്രസ്വമായ അറിവുകളേ ഉള്ളൂ. എങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തൃശ്ശൂരുകാരനെ കെ.ഒ. തോമസ് സാറിനെ ഞാൻ വിളിച്ചു, സാറേ ഇങ്ങനെ ഈ നഥനയിൽ ഏത് ഗോത്രക്കാരനാ? പുള്ളി ആരാ? എന്നോട് വിളിച്ചു, മോൻ എന്താ ഏത് രാത്രി ചോദിച്ചാലും മറുപടി പറയുന്ന ഒരു ഭക്തനായ മനുഷ്യനാ. വിളിക്കുമ്പോഴേ പറയും, മോനെ എന്താ സംശയം? വിളിക്കുമ്പോഴേ ചോദിക്കും പുള്ളി. അത്ര ഭക്തനായ മനുഷ്യനാ. എന്ന് വെച്ചാൽ മറുപടി പറയും. ഞാൻ ചോദിച്ചു, പീലി നഥനയിൽ ഏത് ഗോത്രക്കാരനാ? മക്കൾക്ക് എന്തെങ്കിലും മോൻ എന്തെങ്കിലും ആശയമുണ്ടോ? ഞാൻ 2-3 ആശയമൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് മറുപടി പറയാമെന്ന് പറഞ്ഞു. മറുപടി പറഞ്ഞപ്പോൾ ഞാൻ കണ്ടെത്തിയ ആശയത്തിൽ ഒരാശയമായിട്ട് അതിന് യോജിച്ചു വന്നു. അപ്പോൾ എനിക്കും അത് സന്തോഷം തോന്നി. ആരാ പുള്ളി? എന്താ പ്രശ്നം? വായിക്കാൻ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 30:13. ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയുമെന്ന് ആര് പറഞ്ഞു? ഒരിക്കൽ ഉറച്ചു പറഞ്ഞേ. ലേയ പറഞ്ഞു. ലേയുടെ അപ്പൻ്റെ പേരറിയാവോ? ലേയുടെ അപ്പൻ്റെ പേര് ലാവച്ച് തുടങ്ങുന്നൊരു പേരാ. ലാവാന് 2 പെൺമക്കളാ. ഒന്ന് മൂത്തവളുടെ പേര് ലേയ, രണ്ടാമത്തവളുടെ പേര് റാഹേല്. രണ്ട് അമ്മ പേരുകളാ. 2 സഹോദരിമാരാ. ഇവർ 2 പേർക്കും ഒരു ഭർത്താവുണ്ട്, പേര് യാക്കോബ് എന്ന. ഈ യാക്കോബിന് തൻ്റെ അപ്പനായ ലാബാൻ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അപ്പൻ ഇൻട്രൊഡ്യൂസ് ചെയ്താ, ഇതാ മോളുടെ പേര് ലേ എന്ന, മൂത്തവിള. എന്ന് പറഞ്ഞ് ലേയ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അപ്പനിട്ട പേര് ലേ എന്ന. പക്ഷേ ജീവിത സാഹചര്യം കൊണ്ട് യാക്കോബ് ഈ ലേയ്ക്കൊരു പേരിട്ടു. അതെന്നാന്നറിയോ? നീ എനിക്ക് ഇഷ്ടമില്ലാത്തവൾ. നീ എനിക്ക് ഇഷ്ടമില്ലാത്തവൾ. അതിന് പിട്ടിരിക്കുന്ന പേര് അനിഷ്ട എന്ന. ഇഷ്ടമില്ലാത്ത. ഞാൻ ചോദിക്കട്ടെ, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് എന്തൊക്കെ പറയും? എനിക്ക് നിന്നെ
ഇഷ്ടമല്ല. നിന്നെ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ല. എൻ്റെ കൺവട്ടത്ത് നീ വരരുത്. സ്വത്ര നിന്റെ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. സ്വത്ര നിന്റെ കൺവട്ടത്ത്, എൻ്റെ കൺവട്ടത്ത് നീ വരരുത്. നിന്നെ കാണുന്നത് എനിക്ക് പ്രശ്നമാണ്. സ്വത്രമല്ല, വരരുതെന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭർത്താവിൽ നിന്ന് ഒരു നല്ല സ്നേഹവാക്കോ, ഒരു സന്തോഷവാക്കോ, ഒരു പ്രോത്സാഹനമോ, ഒരു പ്രചോദനമോ കിട്ടാത്ത ഒരു ഭാര്യ പറയാണ് ഞാൻ ഭാഗ്യവതി. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 19-ാം ദിവസം എത്ര പേര് പറയും എനിക്ക് കിട്ടിയത് ഭാഗ്യമാണ്? സ്വത്ര എനിക്ക് കിട്ടിയ കുടുംബ ഭാഗ്യമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തിന് സ്വത്രം പറ. എനിക്ക് കിട്ടിയത് ഭാഗ്യമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സഹോദരി പറയാണ് എനിക്ക് കിട്ടിയത് ഭാഗ്യം. പക്ഷേ ഭാഗ്യമെന്ന് ആ സഹോദരി പറയുമ്പോൾ ഭർത്താവിൽ നിന്നൊരു നല്ല സ്നേഹവാക്കോ, ഒരു പ്രോത്സാഹനമോ, അവൾ ചെയ്ത ഒരു കാര്യത്തിനൊരു നന്ദി പ്രകടനമോ, ഒരു എൻകറേജോ കൊടുക്കാത്ത, കാണുമ്പോഴൊക്കെ പറയും നിന്നെ കാണുന്നതേ ഇഷ്ടമില്ല, കാണുമ്പോഴൊക്കെ പരാതി പറയും, ചെയ്യുന്നതിനൊക്കെ കുറ്റം പറയും, ചെയ്യുന്നതിനൊക്കെ പരിഭവം പറയും. അങ്ങനെയുള്ള ഒരു സഹോദരി പറയാണ് ഞാൻ ഭാഗ്യവതി. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി എനിക്ക് കിട്ടിയ കുടുംബം ഭാഗ്യമാണ്, എനിക്ക് കിട്ടിയ തലമുറ ഭാഗ്യമാണ്, എനിക്ക് കിട്ടിയ സാഹചര്യമെല്ലാം ഭാഗ്യമെന്ന് പറയുന്ന എത്ര പേർ ഇതിനകത്തിരിപ്പുണ്ട്? 2 പ്രാവശ്യം പറയാൻ തുടങ്ങുമ്പോൾ കുടുംബത്തിന് നേരെ പിശാച് നോട്ടം വെച്ചത് ഇന്ന് രാത്രി തകരാൻ തുടങ്ങും. സ്വത്ര 2 പ്രാവശ്യം ആവർത്തിച്ചു പറയുമ്പോൾ ചിലതൊക്കെ പരാജയപ്പെടും. സ്വത്ര എനിക്ക് കിട്ടിയത് ഭാഗ്യമാ. പുതിയ നിയമത്തിലൊരു സഹോദരി പറഞ്ഞു ഞാൻ ഭാഗ്യവതി. ആരെന്നറിയാമോ? പുതിയ നിയമത്തിലൊരു സഹോദരി പറഞ്ഞു ഞാൻ ഭാഗ്യവതി. ആരാ? മറിയ. മറിയ പറഞ്ഞു ഞാൻ ഭാഗ്യവതി. സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും. സ്വത്ര എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്ത്രീ പറയാ ഞാൻ ഭാഗ്യവതി. സ്വത്രം. സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയുമെന്ന് ലേയ പറഞ്ഞിട്ട് അവൻ ആശീർ എന്ന് പേരിട്ടു. അർത്ഥാൽ ഈ യാക്കോബിന് 8ാമനായി ജനിക്കുന്ന മകനാണ് ആശീർ. സ്വത്ര യാക്കോബിന് 8ാമനായി ജനിക്കുന്നൊരു തലമുറയാണ്, ലേയിൽ ജനിക്കുന്നൊരു തലമുറയാണ് ആശീർ. അർത്ഥാൽ നഥനേൽ ആശീർ ഗോത്രക്കാരനാ. സ്വത്ര നഥനേന്റെ കുലമെന്ന് പറയുന്നത്, നഥനേന്റെ കുടുംബം എന്ന് പറയുന്നത്, നഥനേന്റെ വല്യപ്പൻ്റെ പേര് ആശീർ എന്ന. യാക്കോബിന്റെ 12 മക്കളിൽ സ്വത്ര പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ യൂത്ത് മീറ്റിങ്ങിനൊക്കെ യാക്കോബിന്റെ 12 മക്കളുടെ പേര് ആ ഗോത്രപിതാക്കന്മാരുടെ പേരിൽ 10 കൽപ്പനയുടെ പേര്, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പേര്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇതൊക്കെ നമ്മൾ പറയുമായിരുന്നു. സ്വത്ര നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ട്. സൺഡേ സ്കൂൾ പഠിക്കുന്ന ടീച്ചർമാരൊക്കെ അത് പഠിപ്പിക്കും. സ്വത്ര എന്നാലും മുതിർന്നവരോട് ചോദിക്കാം. സ്വത്രം. യാക്കോബിന് 12 മക്കളുണ്ട്. ഇതിന് 8ാമനായി ജനിച്ചവനാണ് ആശീർ എന്ന് പറയുന്നത്. സ്വത്ര. അപ്പോൾ ഈ നഥനേൻ്റെ വല്യപ്പൻ ആശീറ. പക്ഷെ ആശീറിന് എന്നാ പറ്റിയതെന്നാ? സ്വത്ര എന്താ വഴിത്തലക്കിലിരുന്ന് കരയുന്നതിൻ്റെ കാരണം എന്നാ? ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്ര മാതാപിതാക്കളെല്ലാം കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കിട്ടിയ ഭാഗ്യമാ. ഇന്ന് രാത്രി എത്ര പേർ മാതാപിതാക്കൾ, എത്ര പേർ തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കുഞ്ഞുങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവരെ ഓർത്ത് കരയുന്ന എത്ര പേരുണ്ട്? സ്വത്ര ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്വത്രമേ ഇന്ന് നാം കരയാൻ തയ്യാറായാൽ അവർ നമ്മുടെ അസറ്റാണ്. സ്വത്ര ഇന്ന് കരയാൻ തയ്യാറായാൽ അവർ നമുക്കൊരു അനുഗ്രഹമാ. Praise the Lord. Praise the Lord. അവർക്ക് വേണ്ടി കരയാൻ. സ്വത്രം സമയം കിട്ടിയിട്ട് കരയാൻ നോക്കരുത്, സമയം കണ്ടെത്തി കരയണം. സ്വത്ര സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി അനുഗ്രഹിക്കണം. സ്വത്ര ഒരു 10-30 വർഷത്തിന് മുമ്പുള്ള സ്വത്രം കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചാൽ അവർ പറയും സ്വത്ര ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാതെ ഞങ്ങളുടെ കാൽക്കലും ഞങ്ങളുടെ തലക്കലും ഇരുന്ന് കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരാണ് ഞാൻ ഇവിടെ എത്തിയത്. സ്വത്രം. ഞാനിവിടെ എത്തിയതിൻ്റെ കാരണം എനിക്ക് വേണ്ടി കരയുന്നൊരു കണ്ണുനീരാ. ഒരു സ്വത്രം പറയാമോ ദൈവത്തിന്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയാം, നമ്മൾക്ക് തന്നിരിക്കുന്ന അസറ്റ്, നമുക്ക് തന്നിരിക്കുന്ന കൃപ എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ സ്വത്രം യാക്കോബ് ഒരിക്കൽ മക്കളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 49-ന്റെ 1-ാം
1 വാക്യം. 49:1 നോക്കണേ. യാക്കോബ് മക്കളെ വിളിച്ചിട്ട് പറയാണ്, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ തലമുറയുടെ ഭാവി നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് പ്രാർത്ഥിച്ച് എൻ്റെ തലമുറ എന്താകുമെന്ന് എത്ര പേർ ഗ്രഹിച്ചിട്ടുണ്ട്? പ്രാർത്ഥിച്ച് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ തലമുറ ഇന്നതാകുമെന്ന് എന്നോട് സംസാരിച്ചൊരു ദൈവമുണ്ട്. നമ്മുടെ തലമുറ ഇന്നതാകുമെന്ന്, നമ്മുടെ തലമുറ ഇവിടം വരെ എത്തുമെന്ന് നമ്മോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. ഇനി ഒരു കാര്യം മനസ്സിലാക്കാൻ പറയാ, നമ്മുടെ കർത്താവ് സംസാരിച്ചാൽ ഏത് പ്രവാചകന്മാർ വന്നാലും ആ ദൂത് തന്നെ സംസാരിക്കും. മോശ എന്ന വലിയ പ്രവാചകൻ, ആവർത്തന പുസ്തകം അവസാന അധ്യായത്തിൽ ഇങ്ങനെ പറയുന്ന മോശയെക്കുറിച്ച്, ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച മോശയെ പോലൊരു പ്രവാചകൻ ഇസ്രായേൽ ജനത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ അഭിമുഖമായി ദൈവത്തോട് സംസാരിക്കുന്ന മോശ എന്ന പ്രവാചകൻ ആവർത്തന പുസ്തകത്തിൽ ഓരോ കുലത്തിന് ദൂത് പറയുമ്പോൾ അപ്പൻ രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് എന്ത് ദൂത് തലമുറയെക്കുറിച്ച് പ്രാപിച്ചോ അതും കൂടെ ചേർത്ത് അതിൻ്റെ കുറച്ചുകൂടെ ആഴം പറഞ്ഞ് മോശ അവർക്ക് ദൂത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ കരയാൻ തയ്യാറായാൽ നമ്മളോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. എത്ര പേരും ഇന്ന് രാത്രി വിശ്വസിക്കുന്നു ഈ 19ാമത്തെ ദിവസം രാത്രി നമ്മളോട് സംസാരിക്കുന്നൊരു ദൈവം? എൻ്റെ കുടുംബം എന്താകുമെന്ന്, എൻ്റെ തലമുറ എന്താകുമെന്ന്, എൻ്റെ ഭാവി എന്താകുമെന്ന്, എൻ്റെ ഭാവിയിൽ സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 2024 ഡിസംബർ മാസം 5-ാം തീയതി കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ എൻ്റെ പാദപീഠത്തിൽ ഇരിക്കാൻ പറഞ്ഞു. 2025 ജനുവരി 1 ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ വ്യക്തിപരമായി ഞാൻ ഉപവസിക്കുന്ന സഭയോട് ആരോടും ഞാൻ പറഞ്ഞില്ല. കുറച്ച് പേരോട് മാത്രം പറഞ്ഞു. ഞാൻ എങ്ങനെ ഉപവസിക്കാൻ തുടങ്ങി? 1-ാം ദിവസം ഒരു ഉപവസിക്കാൻ തുടങ്ങി. അതിൻ്റെ 14ാമത്തെ ദിവസം ഞാനിങ്ങനെ ദൈവത്തോട് രാത്രി മുതൽ രാവിലെ മുതൽ പ്രാർത്ഥിക്കാൻ, കർത്താവിനോട് സംസാരിക്കണം, കർത്താവിനോട് സംസാരിക്കണം, കർത്താവിനോട് സംസാരിക്കണം. ഞാനിങ്ങനെ ആവർത്തിച്ച് കർത്താവിനോട് പറഞ്ഞു. ആമേ പകല് കഴിഞ്ഞു, രാത്രിയിൽ ഒരു 10 മണി കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 11:30 ആയപ്പോൾ പ്രാർത്ഥന ശക്തമായി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൻ്റെ ഹാളിനകത്ത്, ഞാനിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൻ്റെ ഹാളിൻ്റെ ഒരു സൈഡിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു 1-1:30 മണി കഴിയുമ്പോൾ ഒരു പ്രകാശം എൻ്റെ ആ റൂമിനകത്ത് വന്നിറങ്ങാൻ തുടങ്ങി. ഈ പ്രകാശം വന്നിറങ്ങാൻ തുടങ്ങിയപ്പോൾ 95 കിലോ ഒക്കെ കാണുമായിരിക്കും അല്ലേ? രക്ഷപ്പെട്ടു. ഇത്രയൊക്കെ കാണുമായിരിക്കും. ഇത്രയും കിലോ വെയിറ്റുള്ള ഞാൻ വെയിറ്റ് ഇല്ലാത്തവനെ പോലെ എൻ്റെ നാവൊക്കെ തടിക്കാൻ തുടങ്ങി. എനിക്കൊന്നും ഒരു അക്ഷരം മിണ്ടാൻ മേല. ഈ പ്രവാചകന്മാരൊക്കെ കർത്താവിനെ കാണുമ്പോൾ മരിച്ചവരെ പോലെ ആയിരുന്നു ബൈബിളിലേ വായിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് അനുഭവിച്ചു. എന്നോട് കർത്താവ് ഒത്തിരി കാര്യം എന്നോട് സംസാരിച്ചു. ഒരു 3-3.5 മണിക്കൂറോളം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. കർത്താവ് ആവർത്തിച്ച് എന്നോട് സംസാരിച്ചു, പല കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് രാത്രി മുഴുവനും ഏകദേശം ഒരു 3-3.5 മണിക്കൂർ എന്നോട് കർത്താവ് സംസാരിച്ചു. എൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് ഇല്ലാതെ 3 ദിവസം എൻ്റെ വൈഫ് എന്നെ പിടിച്ചോണ്ടാണ് നടന്നത്. എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു. നാവെടുത്ത് ശരിക്കും സംസാരിച്ചൊരു 4-5 ദിവസം കഴിഞ്ഞ നാവൊക്കെ മരവിച്ചു പോയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കാര്യമായപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. എൻ്റെ ജീവിതത്തിലെ പക എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി. എൻ്റെ ജീവിതത്തിലെ പക വിട്ടുമാറി, പിണക്കം വിട്ടുമാറി, കോപം എൻ്റെ ശരീരത്തിൽ നിന്ന് മാറാൻ തുടങ്ങി. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ആള് മാറിയവനെ പോലെ ആയെന്നൊക്കെ പറയുന്നത് അന്യഭാഷ കൂടുതൽ പറയുന്നതല്ല. ആള് മാറിയ പോലെ ആയത് എൻ്റെ സ്വഭാവത്തിൽ വരുന്ന രൂപീകരണമാണ്. എൻ്റെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസമാണ്. എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റമെന്ന് പറയുന്നത് എൻ്റെ പക എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ, ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. എൻ്റെ പിണക്കം എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തിന്. ഹല്ലേലൂയ. ഞാൻ ആരോടും പിണങ്ങിയിരിക്കാറില്ല. പക്ഷേ എനിക്ക് എന്നോട് ആ പഴയ സ്നേഹമില്ലെന്ന് തോന്നിയവരെല്ലാവരോടും ഞാൻ പിറ്റേ ദിവസം വിളിച്ച് ക്ഷമ പറഞ്ഞു. എന്നാ ഭാഷ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങാന്ന് പറയുന്നത്, കൂട്ട് സഹോദരനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നത്, അതൊരു വലിയ
വലിയ അനുഗ്രഹമാ. സ്വോത്ര. എത്ര പേർക്ക് ദൈവത്തിന് സ്വോത്രം പറയാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തിന് ഹല്ലേലൂയ പറയാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രി ഒരു വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്തോട്ട് വ്യാപരിക്കട്ടെ. ഒരു വലിയ ദൈവകൃപ, ഒരു വലിയ ദൈവിക പ്രസൻസ്, ഒരു വലിയ ദൈവിക സാന്നിധ്യം. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. കൃപ 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 കൃപ. മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ, മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ, പക വിട്ടുകളയാൻ, പിണക്കങ്ങൾ വിട്ടുകളയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് പിറ്റേ ദിവസം ഉപവാസത്തിൻ്റെ 15-ാം ദിവസം ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയി. സ്വോത്രം. എൻ്റെ കൂടപ്പുറപ്പിൻ്റെ വീട്ടിൽ പോയി. സ്വോത്രം. ആമേശ്വത്രം. ഞങ്ങൾ ഒരു ചെറിയ ആമേശ്വത്രം ഒരു നല്ല സ്നേഹക്കുറവുണ്ടായിരുന്നു. സ്വോത്രം. പിറ്റേ ദിവസം ഞാൻ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയി. സ്വോത്രം. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സ്വോത്രം. ഒത്തിരി കരഞ്ഞു. സ്വോത്രം. എന്നാ ചേട്ടാ കരയുന്നു? സ്വോത്രം. ഞാൻ പറഞ്ഞു, നിന്നോട് എനിക്ക് ചെറിയ പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. സ്വോത്രം. ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. എന്നോട് നീ ക്ഷമിക്കണം. സ്വോത്രം. പകയെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയി, പിണക്കമെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഏറ്റവും വലിയ അനുഗ്രഹം, കോപം എൻ്റെ മൈൻഡിൽ നിന്ന് മാറി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരുപാട് ദൈവ സാന്നിധ്യം ഇറങ്ങാൻ തുടങ്ങി. സ്വോത്രം. ഒരു ഹല്ലേലൂയ പറയട്ടെ ദൈവത്തിന്. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം. സ്വോത്രം. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നാം ആള് മാറിയവരെ പോലെയാകണം. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു വലിയ വ്യത്യാസം നമ്മളിൽ ഉണ്ടാകണം. എത്ര പേർ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്? ഒരു വലിയ വ്യത്യാസം, ഒരു വലിയ രൂപാന്തരം. ദൈവം അത് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് ആഗ്രഹിക്കുന്നു. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പേ ചിലരുടെ ഹൃദയങ്ങൾ വിഘടിപ്പിച്ചു കളയാൻ പിശാച് തന്ത്രമൊരുക്കുമ്പോ ഈ 19-ാമത്തെ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, അവ ഒരു വലിയ ദൈവ പ്രവൃത്തി. എന്നെ ഗൈഡ് ചെയ്ത അച്ചായൻ സ്വോത്രം എന്നോട് പറഞ്ഞു, 6:30 ഒരുങ്ങിയിരിക്കണം. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം. ഞാൻ 6:30 മുതൽ ഒരുങ്ങിയിരിക്കുകയാണ്. സ്വോത്രം. പ്രാർത്ഥനയ്ക്ക് വരാൻ. പക്ഷേ ഞാൻ അവിടുന്ന് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം എന്നോട്, ഞാൻ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു ശബ്ദം, സ്വോത്രം, നീ എവിടാ പോണേ? സ്വോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ചർച്ച് മീറ്റിങ്ങിനാ പോണേ. സ്വോത്രം. ഞാൻ കേട്ടു, നീ ആരാ? ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്വോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ദൈവത്തിന്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ പിശാചിനോട് ഫൈറ്റ് ചെയ്താ നിൽക്കുന്നത്. സ്വോത്രം. പിശാചിനോട് പടവെട്ടിയാ നിൽക്കുന്ന. കാരണം ഈ സഭയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്വോത്രം. ഈ സഭയെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. പക്ഷേ ഉപവസിക്കുന്ന ദൈവജനമേ, പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, പരിശുദ്ധാത്മാവാം ദൈവം പറയാണ്, ആമേശ്വത്രം, ഇന്ന് രാത്രി നമ്മുടെ ഉപവാസത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വലിയ രൂപാന്തരമാണ്. സ്വോത്ര. ഒരു വലിയ രൂപാന്തരമാണ്. സ്വോത്ര. ഒരു വലിയ വ്യത്യാസമാണ്. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുകയാണ്. സഹോദരനായിട്ട് കാണാനുള്ള ഒരു വലിയ മനസ്സ്. ഒരു സ്തോത്രം പറയാമോ ദൈവത്തിന്? ഒരു ഹല്ലേലൂയ പറയാമോ ദൈവത്തിന്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഫൈറ്റ് ചെയ്താണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ ഒന്ന് മൗനമായിട്ടിരുന്നു. സ്തോത്രം. കാറി കയറിയിട്ട് അച്ഛനോട് ചില വിശേഷമൊക്കെ ചോദിച്ചെങ്കിലും ഞാൻ എൻ്റെ മൈൻഡ് മൗനമായിട്ടിരുന്നത് ഞാൻ അപ്പോഴും ഫൈറ്റ് ചെയ്താ നിന്ന. സ്തോത്രം. കാരണം ദൈവത്തിന് ഈ സഭയെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്, ഒരു വലിയ പ്ലാനുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ പ്ലാന് പിശാചിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ അതിനെ പൊട്ടിക്കാനാ നാം ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നത്. അതിനെ തകർക്കാനാ ആമേശ്വത്ര പിശാചിൻ്റെ കയറുകളെ, അവൻ്റെ പദ്ധതികളെ വെട്ടിക്കളയാനാണ്. നുകത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിച്ചു കളയാനാണ്. ഹല്ലേലൂയ. നുകത്തെ തകർക്കാനാണ് നാം ഉപവാസത്തോടെ ഒരുമിച്ച് കൂടിയത്. വിശ്വസിക്കുന്ന ദൈവസഭ കരങ്ങൾ ചേർത്തടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ.
ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ. Udabalabarabashi Amtaradiana Managasi Ataradia Ramanagasi Amtaradiana Udamanabashi Amtaradiana Adabadala Rikanabasi Amtare Alvarahasi Atarediana Udamanabashi Amtarediana Udabalagadagana Digalkara Urualia Pisaj in the Plana in the Ratri Adigayana or Pisaj in the Patadi in the Ratri Portagayana. Harababa Rabatini Anterediana Ramashikoli Anteriana. Hallelujah. 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 ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, സ്തോത്ര, ആമേ, കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, സ്തോത്ര, എന്നിട്ട് എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു, സ്തോത്രം, നീ രാത്രി എൻ്റെ സന്നിധി പ്രാർത്ഥിക്കണം. സ്തോത്രം, ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം, സ്തോത്ര. പക്ഷെ ഒരു കാര്യം കൂടി കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ ഭാര്യയോട് നീ ഒരു കാര്യം പറയണം. ഞങ്ങട്ട് എന്നാ കർത്താവ്, സ്തോത്ര, എനിക്ക് സംസാരിക്കാൻ വരെ വായെടുത്താണ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്, എനിക്ക് വാ പോലും തുറക്കാൻ വയ്യ. സ്തോത്ര, ഞങ്ങട്ട് എന്നാ കർത്താവിനോട് പറഞ്ഞു, സ്തോത്രം, ആമേ, ചിലപ്പോഴൊക്കെ ഞാൻ നിന്നെ ദേശത്തിൻ്റെ പാപം കാണിക്കാൻ വേണ്ടി നിൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോകും. സ്തോത്ര, ദേശത്തിലെ പാപം ഞാൻ നിന്നെ കാണിക്കും. സ്തോത്ര, ഇടിവിൽ നിന്ന് കരയാൻ നിന്നെ പാപം കാണിക്കും. അതുകൊണ്ട് ഭാര്യയോട് പറയണം, അമ്മ രാത്രി എഴുന്നേറ്റ് വരുമ്പോൾ അനക്കമില്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, കുറച്ച് കഴിഞ്ഞ് വരും. സ്തോത്ര, ഒരു സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശുശ്രൂഷ മാറാൻ തുടങ്ങി, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ രീതി മാറാൻ തുടങ്ങി. സ്തോത്ര, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ, ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പറഞ്ഞത്, ചിലരുടെ മനസ്സ് ഇടിഞ്ഞിരിക്കുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വ്യക്തമായ ചില തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് ചിലരുടെ മനസ്സ് ഇടിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാത്രി സ്വർഗം പറയാം, ആ തീരുമാനമെന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് ഏക മനസ്സോടെ ഒരപ്പൻ്റെ മക്കളെ പോലെ, ഒരംശികളെ പോലെ. സ്തോത്ര, എത്ര പേർക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അല്പസമയം ഇന്ന് രാത്രി ഇതൊരു വലിയ ദൈവ പദ്ധതിയാണ്. ഈ 19-ാം ദിവസം ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ഇടിഞ്ഞിരിക്കുന്ന മനസ്സുകളെ തമ്പുരാൻ ഇന്ന് രാത്രി പണിയാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ദൈവത്തിന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ആർക്കെങ്കിലും കാണാതെ അറിയാമോ? തളർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ഒന്ന് പറയാവോ? തളർന്നിരിക്കുന്ന ഹൃദയങ്ങളെ. പിന്നെ 50-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 50-4. തളർന്നിരിക്കുന്നതിനെ വാക്കുകൾ കൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന്. അടുത്ത്, യഹോവയായ കർത്താവ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്ത് നാവാ നമുക്ക് തന്നിരിക്കുന്നേ? എന്ത് നാവാ? ശിഷ്യന്മാരുടെ നാവാണ് നമുക്ക് തന്നിരിക്കുന്നത്. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട്, ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചേ, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് എന്ത് നാവ് തന്നിരിക്കുന്നു? ശിഷ്യന്മാരുടെ നാവ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ശിഷ്യന്മാരുടെ നാവ് നമുക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമുക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹം എന്ന് പറയുന്നത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ടൊന്ന് താങ്ങാൻ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു വാക്ക് മതി അവന്റെ ജീവിതം മാറാൻ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ റീസണായിട്ടെ 21 ഉപവാസ പ്രാർത്ഥനയുടെ 20-ാം ദിവസം ഞാനൊരു സഭയിൽ പോയി. സ്തോത്രം. അപ്പോ ഒരു +2 പഠിക്കുന്ന ഒരു മോൻ ഓർക്കം വായിക്കുക, നന്നായിട്ട് വായിക്കുക, നല്ല പ്ലേയിങ്, കൈയെല്ലാം ഓട്ടമാണ്. സ്തോത്രം. അമ്മ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനറിയത്തില്ല, ഞാൻ ആദ്യമൊക്കെ സഭയിൽ പോവാ. സ്തോത്രം. ഞാനിങ്ങനെ ശുശ്രൂഷിച്ച് നിന്നിട്ടെ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ഞാൻ പാട്ടൊന്ന് പാടി. ഞാൻ ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, മോനെ കുറിച്ച് ദൈവത്തിന് പറയാനൊരു ദൂതമുണ്ട്. അനാഥനെന്നു നീ കരുതിടേണ്ട, ആരോരുമില്ലെന്ന് ഓർത്തിടേണ്ട. അനാഥനെന്നു നീ കരുതിടേണ്ട, ആരോരുമില്ലെന്ന്
അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം കാൽവരിയിൽ നിനക്കില്ലയോ. അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം കാൽവരിയിൽ നിനക്കില്ലയോ. അനാഥനെന്നു നീ കരുതിടേണ്ട, ആരോരുമില്ലെന്ന് ഓർത്തിടേണ്ട. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഈ പാട്ട് പാടിയ സഭ കൂട്ട കരച്ചിലായി. കാരണം ജനിച്ച 3-ാമത്തെ മാസം അമ്മ ഇട്ടിച്ചു പോയൊരു കുഞ്ഞാണ്. അർത്ഥാൽ അവൻ അനാഥനാണ്, എനിക്കറിയില്ല. സ്വതന്ത്രമില്ല. സഭ കൂട്ടം നിലവിളിയായി. ദൈവദാസൻ കസേരയിൽ നിന്ന് താഴോട്ടിരുന്ന് കരയാൻ തുടങ്ങി. അമൃതം 3-ാമത്തെ മാസം അമ്മ വിട്ടേച്ചു പോയി. സ്വത്രം ഈ ദൈവദാസനായി അപ്പച്ചനാണ് ഈ മോനെ വളർത്തുന്നത്. സ്വത്രം അപ്പനും പോയി, അവൻ അനാഥനാണ്. സ്വത്രം ഒരു സഭയുടെ അന്തരീക്ഷകുമാരി ഞാൻ പറഞ്ഞത്, ഒരു വാക്ക് മതി ഒരു മനുഷ്യന്റെ ജീവിതം മാറാൻ. സ്വത്രം നമ്മുടെ ഒരൊറ്റ വാക്ക് മതി. ഒരു സ്വത്രം പറഞ്ഞാണ്. ഇന്ന് രാത്രി ദൈവകൃപയിൽ നിന്നുകൊണ്ട് പറയാം, സ്വതന്ത്രം ഒരു വാക്ക് മതി ഒരു മനുഷ്യന്റെ ജീവിതം മാറി മറിയാം. സ്വതന്ത്രം ഒരപ്പത്തിന്റെ അംശയായ നമ്മുടെ ഒരു വാക്ക് മതി അവന്റെ ജീവിത ശൈലി മാറാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, സ്വതന്ത്രം നോക്കണേ, ഭാവി ദൂത് തന്റെ മക്കളെ കുറിച്ച് യാക്കോബ് പറയാൻ. ഇനി ഭാവി ദൂത് പറയുന്ന യാക്കോബിന്റെ ഒരധ്യായത്തിന് മുമ്പുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 48:1 അത് ഉൽപ്പത്തി പുസ്തകം 48:1 വായിച്ചേ. എന്താ അവസ്ഥയെ നോക്കാം, വായിച്ചേ. നോക്കണേ, അവിടെ വായിക്കുന്ന ഒരു പദമുണ്ടേ. 49-ാം അധ്യായത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്ന ഭാവി ദൂത് പറയുന്ന അപ്പന്റെ അവസ്ഥ എന്താ? ഒരു അധ്യായത്തിന് മുമ്പ് താൻ ദീനമായി കിടക്കുക. ഈ വിവരം ജോസഫിനെത്തി. ജോസഫ് എന്ന് പറയുന്ന 11-ാമനായി ജനിച്ച മകന്റെ അടുക്കലിൽ വിവരമെത്തി. ജോസഫ് 2 മക്കളെയും പിടിച്ചുകൊണ്ട് ഓടി വരിക അപ്പനെ കാണാൻ. ഞാൻ എന്റെ പ്രാർത്ഥനാ മുറി വെച്ച് ചോദിച്ചു, ജോസഫ് എങ്ങോട്ട് പോവാ? അപ്പനെ കാണാൻ പോവാ. ഇതിനു മുമ്പ് രോഗം വന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്രയും ആവേശം? അന്നുണ്ടായിരുന്നല്ലോ, ഇന്നെന്താ ഇത്രയും ആവേശം? എന്റെ വാസേ, അന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇന്ന് പ്രാർത്ഥിക്കുമ്പോ ഈ ദീനമെന്ന് പറയുന്നത് എന്തോ ഒരു പ്രശ്നത്തിന് കാരണമാണ്. സ്വത്രം ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, പ്രായമൊക്കെ ആയില്ലേ, പിന്നെ എന്നാ ഇല്ല വാസേ, അപ്പനിൽ നിന്നൊരു അനുഗ്രഹം പ്രാപിക്കാനുണ്ട് ഞങ്ങൾക്ക്. ഒരു സ്വതന്ത്രം പറഞ്ഞാണ്ട് മാതാപിതാക്കളുള്ള അനുഗ്രഹമാണ്. സ്വതന്ത്രം. എന്റെ മമ്മി 2015 മരിച്ചു. എന്റെ പപ്പ ഈ 2025 മെയ് മാസം 30-നാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. സ്വതന്ത്രം. സത്യം പറഞ്ഞാല് അതൊന്നും ഓവർകം ചെയ്യാൻ ഇന്നും പറ്റിയിട്ടില്ല. സ്വതന്ത്രം. അതൊന്നും അതിജീവിക്കാൻ. സ്വതന്ത്രം. രാവിലെയൊക്കെ ഞാനിങ്ങനെ സന്തോഷത്തോടെ, രാത്രിയാകുമ്പോൾ ഒരു വിഷമം. എന്നാന്നറിയാവോ? ഈ മനസ്സ് തുറന്ന് മോനെ എന്ന് വിളിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല. പാസ്റ്റർ എന്ന് വിളിക്കാനുണ്ട്, സഹോദരൻ എന്ന് വിളിക്കാനുണ്ട്, കൂടപ്പുറപ്പ് എന്ന് പറയാനുണ്ട്. പക്ഷേ മോനെ ഒന്ന് സന്തോഷത്തോടെ വിളിക്കാൻ, മോൻ വല്ല കഴിച്ചോന്ന് ചോദിക്കാൻ, മനസ്സ് തുറന്ന് ചോദിക്കാൻ ഭൂമിയിൽ അങ്ങനെ ഒരു പ്രയോഗം പറയാൻ ഭൂമിയിൽ ആരുമില്ല. മനസ്സ് തുറന്ന് സങ്കടം ഒന്ന് ഇറക്കി വെക്കാൻ, എന്തെങ്കിലും മനസ്സ് തുറന്ന് ഒരു പൈസ വല്ല ഇരിപ്പുണ്ടോ നീ ചോദിക്കരുന്നൊക്കെ പറഞ്ഞാലും പോകാൻ നേരത്ത് ഇതിരിക്കട്ടെ ഇനി പിന്നെയും നമ്മൾ ചോദിക്കും അല്ലേ? മനസ്സ് തുറന്ന് മോനെ വിളിക്കാൻ ആരുമില്ല. അതൊരു പ്രത്യേക സങ്കടമാണ്. സ്വതന്ത്രമല്ല. ഞാൻ പോട്ടെ വിടുന്നു. സ്വതന്ത്രം. നോക്കണേ, ഒരു അപ്പൻ ദീനമായി കിടക്കുന്ന വാർത്തകൾ ഓടി വരിക. കൊച്ചൻ ജോസഫ് ഓടി വന്നപ്പോ ജോസഫിനെ കണ്ടപ്പോഴേ അപ്പന്റെ ദീനമൊക്കെ മാറി. ഒരു സ്വതന്ത്രം പറഞ്ഞാണ്ട് ഞാൻ ഉപവസിക്കുന്ന ദൈവദാസന്മാരോട്, ദൈവമക്കളുടെ ആവേശത്തിൽ ഒരു ദൂതി ഞാൻ പറയട്ടെ. സ്വതന്ത്രമല്ല. എന്താണെന്നറിയാമോ? ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ജോസഫ് സ്വപ്നം കാണും, ആർത്താൻ സ്വപ്നത്തെ വ്യാഖ്യാനിക്കും. പക്ഷെ ഇപ്പൊ നോക്കണേ, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു കൃപ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പന്റെ രോഗത്തിന്റെ കെട്ടഴിക്കുന്ന ഒരു കൃപ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ ഒരു പുതിയ കൃപയോടുകൂടി സ്വതന്ത്രം, ഇതുവരെ ജനം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ കൃപയോടുകൂടി എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ട്? ഒരു പുത്തൻ കൃപ സ്വതന്ത്രം, ഒരു പുതിയ കൃപ സ്വതന്ത്രം, ഇതുവരെ ആരും കാണാൻ
വല്ലാത്തൊരു കൃപ. ജോസഫിനെ കുറിച്ച് കണ്ടത് സ്വപ്നം കാണും, സ്വപ്നത്തെ വ്യാഖ്യാനം. പക്ഷെ ആരും അറിഞ്ഞില്ല അപ്പന്റെ ദീനത്തിന്റെ കിടക്ക മാറ്റാൻ കരുത്തുള്ള ഒരു കൃപ ജോസഫിനുണ്ടെന്ന്. പക്ഷെ ജോസഫിനെ കണ്ടപ്പോ തന്നെ അപ്പന്റെ രോഗം മാറി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ, സമയമില്ലാത്തത് പറഞ്ഞു പോകുക. അപ്പന്റെ ജോസഫിനോട് പറയുന്ന പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ. ജോസഫേ, സർവശക്തനായ ദൈവം കനാനിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി. സ്വത്രം. ആ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. വല്യപ്പന്റെ പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ച്. സ്വത്രം. യാക്കോബ് പറയുന്ന ഒരു പദമുണ്ട്. അവൻ സർവശക്തനായ ദൈവം കനാനിലെ ലൂസിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചു. കനാനിലെ ലൂസിൽ പോയെന്തിനാ? പേടിച്ചോടുക. സ്വത്രം. പേടിച്ചോടുക. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പേടിച്ച പുള്ളി ഓടുന്നത് അപ്പന്റെ അനുഗ്രഹവും ചേട്ടന്റെ അനുഗ്രഹവും തട്ടിയെടുത്തുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റാതെ കൊണ്ട് നിക്കക്കല്ലില്ലാതെ അമ്മ പറഞ്ഞ 10,000 പുള്ളി പോവുകയാണ്. സ്വത്രം. സ്വത്രം. ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലൊരു സ്ഥലത്തെത്തിയപ്പോ സൂര്യൻ അസ്തമിച്ച് അവിടെ ആവശ്യത്തിന് കണ്ടൊരു കല്ലുമെടുത്ത് വെച്ച് തലേണയായി വെച്ച് ഉറങ്ങുമ്പോ, സ്വത്രം, ഇരുട്ടിന്റെ ഭയത്തിൽ പറ്റൻ ഉറങ്ങുമ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പരിചയമൊന്നുമില്ല. ചേട്ടനാണെങ്കിൽ പുറത്തു പോയി വരികൊണ്ട് ഇവൻ വീട്ടിന്റെ അമ്മയോടൊപ്പം നടന്ന പരിചയമുള്ളൂ യാക്കോബിന്. അമ്മ ഒരു സുപ്രഭാതത്തിൽ പോകാൻ പറഞ്ഞപ്പോ പുള്ളി പേടിച്ചോടുക. അമ്മ രാത്രിയിൽ കല്ലെടുത്ത് തലേണയിൽ വെച്ച് അല്പം ഭയത്തോടുകൂടി കിടന്നുറങ്ങുമ്പോ യാക്കോബ് കാണുന്നൊരു സ്വപ്നം. ഭൂമി മുതൽ സ്വർഗം വരുത്തുന്നൊരു ഗോവേണി. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തിട്ട് അതിനകത്തു നിന്നൊരു ശബ്ദം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി ഭയപ്പെടുന്ന ദൈവമക്കളോട് പരിശുദ്ധമെന്ന് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരുവൻ ഇന്ന് രാത്രി നമ്മളോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവസഭ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. ആരില്ലെങ്കിലും കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. Praise the Lord. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് നിന്നെ അനുഗ്രഹിക്കും. നോക്കണേ, ആശീറിന്റെ വല്യപ്പനെ യാക്കോബ് ആ ദർശനം കണ്ടപ്പോ വരും കാലത്ത് യാക്കോബ് കാണുന്ന ദർശനം BC 1450 യേശുവിന്റെ കാലം AD 30 കഴിഞ്ഞ് യേശു നഥനെ നോക്കി പറയാണ്, നീ ദൂതന്മാർ കയറുകയും ഇറങ്ങുന്നത് സ്വർഗം തുറന്ന് നീ കാണും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ദർശനം കണ്ട നമ്മുടെ തലമുറയും കാണും ദർശനം. വിശ്വസിക്കുന്ന ഒരു ഹല്ലേലൂയ പറ. നമ്മൾ ആരാധിച്ചാൽ, നമ്മൾ ദൈവത്തെ സ്തുതിച്ചാൽ നമ്മുടെ മക്കളും ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ദർശനം കണ്ട കാര്യമോ അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. സ്വത്ര ഞാൻ വിടുക. സ്വത്ര ശ്രദ്ധിച്ചോ. സ്വത്ര യാക്കോബ് പറയുക, ഞാൻ ദർശനം കണ്ടുവന്നു. സ്വത്ര അതേ കാര്യമാണ് യേശു നഥനിയോട് പറഞ്ഞത്. സ്വത്രം ബെസുല്ലിയ, സ്വർഗം തുറന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുന്നത് നീ കാണും. സ്വത്ര അങ്ങനെയെങ്കിൽ വല്യപ്പൻ ദർശനം കണ്ട അത് തീരുകയില്ല. തലമുറ ആ കൃപ കൈമാറാൻ കരുത്തുള്ളൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കൃപ കൈമാറാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു ദൈവ സാന്നിധ്യം ഇറക്കി തരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വെറും വാക്ക് പറയല്ല, നിയോഗത്തോടെ വിളിച്ചു പറയാണ്. ഇത് വെറുതെ ഉള്ള പ്രാർത്ഥനയല്ല, ഇതിനകത്തൊരു ദൈവം നിയോഗമുണ്ട്. വിശ്വസിക്കുന്നവർ കരമൊന്ന് അടിച്ച്, കരമൊന്ന് ചേർത്തടിച്ച്, ഇതിനകത്തൊരു നിയോഗമുണ്ട്. ദൈവ പൈതല്, ഇതിനകത്തൊരു നിയോഗമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച കൃപയെ പിശാച് കൊട്ടി അടച്ചെങ്കിൽ ഇന്ന് രാത്രി 19-ാം രാത്രി പരിശുദ്ധാത്മാവ് പറയാണ്, ആ കൃപ മടക്കി തരാൻ, ആ കൃപ മടക്കി തരാൻ, ആ അഭിഷേകം മടക്കി തരാൻ. ആ കൃപയൊന്ന് മടക്കി തരാൻ, ആ അഭിഷേകം ഒന്ന് മടക്കി തരാൻ. ഓ പിതാവ് കണ്ട കൃപ, ഓ വല്യപ്പൻ കണ്ട കൃപ. കുലത്തിൽ പലരും കണ്ട ദൈവകൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്.
ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സ്വത്രം മെഹുലിയ, വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സ്വത്രം മെഹുലിയ, ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി ആത്മാവിൽ പറയാം. സ്വത്രം മെഹുലിയ, ദർശനം കണ്ട യാക്കോബ് ഈ 49-ാം അധ്യായത്തിൽ മക്കളോട് പറയാ, സർവശക്തനായ ദൈവം കനാനിൽ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, ഇന്നലെ രാത്രി ആ ദൈവം എന്നോട് സംസാരിച്ചു. എന്താ? നിങ്ങളുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവം. സ്വത്രം, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് എന്നോട് കർത്താവ് സംസാരിച്ചു. സ്വത്ര, ആ 49-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിക്കണം. 21. ആശേറോ അവന്റെ ആഹാരം, പിന്നെ നോക്കണേ, ആശീറിനോട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ദൂത് അപ്പനായി യാക്കോബ് പ്രാർത്ഥിച്ച് കൈമാറുക. നിന്റെ ആഹാരം എങ്ങനെയുള്ളത്? എങ്ങനെയുള്ളത്? പുഷ്ടിയുള്ളത്, പുഷ്ടിയുള്ള ആഹാരം. 2, രാജകീയ ഭക്ഷണം നിനക്ക്. അപ്പം ആശീറിന്റെ വാഗ്ദത്തം റോയൽറ്റി ഫുഡാണ്. രാജകീയ ഭക്ഷണം, രാജകീയ ഭക്ഷണം. റോയൽറ്റി ഫുഡാണ് യാക്കോബിന്റെ വാഗ്ദത്തം. ആശീറിന്റെ വാഗ്ദത്തം റോയൽറ്റി ഫുഡ്. പക്ഷേ ആ വാഗ്ദത്തം ഭാവിയിൽ നടക്കേണ്ട വാഗ്ദത്തമാണ്. ആശീറിനോട് സ്വർഗം കൈമാറുക പുഷ്ടിയുള്ള ആഹാരവും രാജകീയ സ്വാദ് ഭക്ഷണം. അതാ നിന്റെ ദൂത് എന്ന് പറഞ്ഞാൽ, വരും കാലത്ത് ആശീർ നിന്റെ തലമുറ റോയൽറ്റി ഫുഡ് തിന്നും. അതാ വാഗ്ദത്തം. പക്ഷേ ആശീറിന്റെ കാലം കഴിഞ്ഞ് കൊച്ചുമകനായ നഥനേന്റെ കാലം വരുമ്പോൾ, കാലം മറിഞ്ഞ് നഥനേന്റെ കാലം വന്നപ്പോൾ നഥനേൽ പറയാണ്, ഞങ്ങളുടെ കുലത്തിലെ വാഗ്ദത്തം റോയൽറ്റി ഫുഡാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വാഗ്ദത്തം രാജകീയ ഭക്ഷണമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ വഴിത്തലക്കിലിരുന്ന് അത്തിക്കാ തിന്നേണ്ട സ്ഥിതി. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. വാഗ്ദത്തം വലുത്, വാഗ്ദത്തം റോയൽറ്റി ഫുഡാണ് വാഗ്ദത്തം. പക്ഷേ ജീവിതത്തിൻ്റെ അവസ്ഥ കൊണ്ടെത്തിച്ചത് വഴിത്തലക്കിൽ 365 ദിവസവും ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമേ ഉള്ളത്, അത്തിവൃക്ഷമാണ്. അത്തിയുടെ കീഴിൽ ചെന്നിരുന്ന് അത്തിക്ക പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അത്തിക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് എപ്പോഴോ ദീർഘശ്വാസം വിട്ട് മനസ്സൊന്ന് പിടഞ്ഞ് ആമേശ്വത്ര മനസ്സൊന്ന് തകർന്ന് എപ്പോഴോ ദൈവത്തോട് ചോദിച്ചാണ്, കർത്താവേ, എൻ്റെ കുലത്തിലെ വാഗ്ദത്തം രാജകീയ ഭക്ഷണം. എൻ്റെ അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. എന്നീ സ്ഥിതിക്ക് മാറ്റമുണ്ടാകുമെന്ന് എപ്പോഴോ മനസ്സ് തുറന്ന് ചോദിച്ചത് കൂടപ്പിറപ്പുകൾ ആരും കണ്ടില്ലെങ്കിലും കാണുന്നൊരു സ്വർഗം ഇന്ന് രാത്രി ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ വാഗ്ദത്വവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞ് എവിടെങ്കിലും ഒന്ന് കരഞ്ഞെങ്കിൽ അത് കണ്ടൊരു ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറ ദൈവത്തിന്. നീ ശ്രദ്ധിച്ചേ, കണ്ടപ്പോ വഴിത്തലക്കിൽ നിന്ന് അത്തിക്കാ തിന്നുന്നത് മാത്രമല്ല ദൈവം കണ്ടത്, ക്രിസ്തു കണ്ടത്. നഥനേൻ്റെ അകത്തോട്ട് കർത്താവ് ഇറങ്ങിച്ചെന്നു, അവൻ്റെ ജീവിതത്തിലോട്ട് ഇറങ്ങിച്ചെന്നു. സ്വോത്രം ഇറങ്ങിച്ചെന്നിട്ട് പീലിപ്പോസിൻ്റെ അഭിപ്രായം അനുസരിച്ച് അവിടെയൊക്കെ വെട്ടിക്കുറച്ച് ഞാൻ കമ്പിവാചകത്തിൽ വരികയാണ്. പീലിപ്പോസിൻ്റെ അഭിപ്രായം അനുസരിച്ച് നഥനേൽ യേശുവിനെ കാണാൻ വരിക. യേശു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നു. പക്ഷേ നഥനേൽ യേശുവിനെ കാണാൻ വരിക. ദൂരവെ വെച്ച് കണ്ടപ്പോഴേ യേശു നഥനേനെ അഡ്രസ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സാക്ഷാൽ അടുത്ത ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇരിക്കുന്നത് അത്തിയുടെ കീഴിലാണെങ്കിലും, ഇരിക്കുന്നത് ജീവിതത്തിന്റെ അവസ്ഥയെ നെടുവീർപ്പിട്ടാണ് ഇരിക്കുന്നതെങ്കിലും, ഇതിന്റെ നടുവിലും ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനെ കർത്താവ് കണ്ടു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. 18 ദിവസത്തെ ആത്മതപനം കഴിഞ്ഞ് 19-ാം രാത്രി എത്തി നിൽക്കുന്ന ദൈവമക്കൾ, എന്നെയും കൂടെ പ്രതിക്കൂട്ടി കയറ്റി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുക. ഇന്ന് രാത്രി യേശു നമ്മെ അഡ്രസ്സ് ചെയ്താൽ എന്ത് പേര് വിളിക്കും? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. യേശു നഥനേനെ വിളിക്കുകയാണ് കപടമില്ലാത്തൊരുവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഏത് സാഹചര്യത്തിലും നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മെ എന്ത് പേരിട്ട് വിളിക്കും കർത്താവ്? നമ്മുടെ ഹൃദയത്തെ കർത്താവ് കണ്ടാൽ
ഈ 19-ാം രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അമ്മ അത്തിയുടെ ചുവട്ടിലിരിക്കുന്ന മാത്രമല്ല കർത്താവ് കാണുന്നത്, നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് കർത്താവ് ഇറങ്ങിച്ചെല്ലും, നമ്മുടെ ജീവിതത്തിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലും, നമ്മുടെ സ്വഭാവത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലുമ്പോൾ പറയാനൊരു നല്ല അഡ്രസ് ഉണ്ടെങ്കിൽ വലിയത് കർത്താവ് ഇന്ന് വെളിപ്പെടാൻ പോവുക. സ്വതന്ത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് വലിയത് കാണുമെന്നോർത്ത് ആമേ കാത്തിരിക്കുകയല്ല, പക്ഷേ നമ്മെക്കുറിച്ച് കർത്താവ് ഒരു പേര് വിളിക്കും. ദാവീദിനെ വിളിച്ച പേര് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇനി ഏറ്റവും വലിയ ചിന്ത എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. മോശയെ വിളിച്ചെങ്ങനെ? മോശയെ പോലെ സൗമ്യൻ. ഈ പുള്ളിയെ ഒറ്റയടിക്ക് കൊന്നത്. ഒറ്റയടിക്ക് കൊല്ലുക മാത്രമല്ല, അപ്പം നമ്മൾ പറയാം അത് ഈ തീയൊക്കെ പ്രാപിക്കുന്നതിന് മുമ്പ്. തീ പ്രാപിച്ചിട്ടോ 40 ദിവസം പ്രാപിച്ചത് തച്ചുടച്ച് കളഞ്ഞ് എല്ലാവരെയും കുടിപ്പിച്ചു. പിന്നെ ഒറ്റയടിക്ക് പാറയിൽ നിന്ന് വെള്ളം കിട്ടി. ആ പുള്ളിയും കർത്താവ് വിളിച്ച പേര് ഇവനെ പോലെ സൗമ്യൻ. അതെന്ത് പ്രയോഗമാ അല്ലേ? ഞാനിന്ന് വളരെ ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ, നമ്മെ കാണുമ്പോൾ കർത്താവ് എന്ത് പേരിട്ട് വിളിക്കും? ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം അറിയുന്നൊരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ ഇടത്തോട് നിൽക്കാൻ ഉറപ്പുണ്ടെന്ന് ധൈര്യമുള്ള എത്ര പേരുണ്ട്? കർത്താവിനൊരു നല്ല പേരിട്ട് വിളിക്കുമ്പോൾ കർത്താവ് ഒരു നല്ല പേരിട്ട് വിളിക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഇന്ന് രാത്രി പറയാ, ആ പേര് നമുക്ക് യോജിച്ചതാണെങ്കിൽ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ സ്വർഗത്തിൽ നിന്ന്. സ്വോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ ദൈവത്തിന്. ഇനി നോക്കണേ, ഞാൻ പറയാം. യേശുവിൻ്റെ അടുക്കൽ വന്ന നഥനയേലിനോട് യേശു പറയാണ്, സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവന് കപടമില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രയോഗം കപടമില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ നഥനേലിൻ്റെ ഉള്ള അവസ്ഥ പറഞ്ഞപ്പോൾ നഥനേൽ പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ? പീലിപ്പോസ് വിളിച്ചപ്പോൾ ചോദിച്ചത് വല്ലതും കിട്ടുമെന്നാ. പക്ഷേ നഥനേലിൻ്റെ ഉള്ള അവസ്ഥ യേശു പറഞ്ഞപ്പോൾ നഥനേലിൻ്റെ പ്രയോഗം കേട്ടോണേ, നീ സാക്ഷാൽ ഇസ്രായേലിയൻ, കപടമില്ലെന്ന് പറഞ്ഞപ്പോൾ നഥനേൽ പറയാ, നീ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ, നീ ഇസ്രായേലിൻ്റെ രാജാവാ. സ്വത്രമല്ല. ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ കിട്ടുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ആ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി. നീ ആ സാക്ഷാൽ അമ്മേ സ്വത്രം ജീവനുള്ള ദൈവം, നീയാണ് ഇസ്രായേലിൻ്റെ രാജാവ്. സ്വത്രം. അപ്പോഴാ യേശു പറഞ്ഞത്, ഇത് പറഞ്ഞപ്പോഴാ അതിനോട് എന്നെ എവിടെ വെച്ചുകൊണ്ട് യേശു പറയാ, നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടു. പക്ഷേ അടുത്ത പ്രയോഗം, സ്വത്രം, നീ വിശ്വസിച്ചാൽ ഇതിലും വലിയത് കാണും. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വസിച്ചാൽ ഇതിലും വലിയത് കാണുമെന്ന് പറഞ്ഞിട്ട് യേശു ചെന്ന് നിന്നത് കാനാവില. ഇനി ശ്രദ്ധിക്കാം. സ്വത്രം. ഇത്രയും വാഗ്ദത്തമുള്ള ആശീർകുലം എന്തുകൊണ്ട് ഇത്രയും വർഷം പ്രാർത്ഥിച്ചില്ലേ വാഗ്ദത്തം നടക്കാൻ? ഇത്രയും വർഷം ദൈവത്തോട് ചോദിച്ചില്ലേ വാഗ്ദത്തം നടക്കാൻ? പിന്നെ എന്നാ പറ്റി ആശീർകുലത്തിന്? എന്തു പറ്റി? നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനും പ്രാർത്ഥിക്കേണ്ടെന്നേ ചോദിക്കുന്നതിനും പിന്നെ നനയ്ക്കുന്നതിനും ചോദിക്കണ്ട, ഹൃദയത്തിൽ ചിന്തിച്ചാൽ മതി. കർത്താവ് പറയും ഞാൻ തരാം. ഒരു സ്വോത്രം പറഞ്ഞ്. പക്ഷേ ഇത്രയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്തേ ആശീർകുലത്തിൻ്റെ വാഗ്ദത്തം തടയപ്പെട്ടത്? യോശുവയുടെ പുസ്തകത്തിലേക്ക് വരാം. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരാം. 19-ാം അധ്യായം യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം അതിന് 24-ാമത് വാക്യം. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിച്ചേ. 24. പിന്നെ നോക്കണേ, യോശുവയുടെ കാലഘട്ടത്തിലാണ് ഈ യാക്കോബിൻ്റെ മക്കൾക്ക് ദേശം വിഭാഗിച്ചു കൊടുക്കുന്നത്. ഓരോ ഗോത്രത്തിന് ഓരോരോ ദേശമാണ്. നമ്മുടെ മക്കൾക്ക് 5-10 സെൻറ്റൊക്കെ അളന്ന് കൊടുക്കുന്ന പോലെ അന്നത്തെ കാലത്ത് യോശുവ സെൻറ്റ് കണക്കിനല്ല, ഓരോ ദേശക്കണക്കിനാണ് അളന്ന് കൊടുത്തത് ഗോത്രത്തിന്. സ്വതന്ത്രം. അങ്ങനെ 8ാമനായി ജനിച്ച ആശീറിന് 5ാമത്തെ നറുക്ക് വീണു. 5ാമത്തെ നറുക്ക് വീണിട്ട് അളന്നു കൊടുക്കുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹെൽക്കത്ത് മുതലുള്ള സ്ഥലം ആശീർ ഗോത്രത്തിന് അളന്നു കൊടുക്കുക. അതിൻ്റെ 28-ാം വാക്യം വായിക്കണം സഹോദരി. 28-ാം വാക്യം. ഇടത്തോട്ട് കാബൂൾ, ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ, ഖാന എന്നിവയിലും. അടുത്ത വാക്യം.
നിങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്വത്ര ഈ ദേശം വിഭാഗിച്ചു കൊടുക്കുമ്പോൾ 24-ാം വാക്യത്തിൽ 5-ാമത്തെ നറുക്ക് ആശീർ കുലത്തിന് വന്നിട്ട് ദേശം വിഭാഗിച്ചു കൊടുക്കുക. ദേശം വിഭാഗിച്ചു കൊടുത്തിട്ട് ഹെൽക്കത്ത് മുതലുള്ള സ്ഥലം ഇങ്ങനെ പറഞ്ഞിട്ട് ഇടത്തോട്ട് കാബൂൾ മുതൽ കാന വരെയുള്ള ദേശം. വേദപണ്ഡിതന്മാർ പറയുന്നു ഈ കാനയാണ് പിന്നീട് കാനാവായി മാറിയത്. അങ്ങനെയെങ്കിൽ ശരിക്കു പറഞ്ഞാൽ യേശു ചെന്ന് നിൽക്കുന്നത് കാനാവില. വലിയവ പ്രതീക്ഷിക്കും, വലിയത് കാണുമെന്ന് പറഞ്ഞിട്ട് യേശു നിൽക്കുന്നത് കാനാവില. കാനാവ് എന്താ? ആശീർ ഗോത്രത്തിൻ്റെ അവകാശ മണ്ണില. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ആശീർ കുലത്തിൻ്റെ അവകാശ മണ്ണില സ്വോത്രം വെച്ച് യേശു എന്ന് നിൽക്കുന്നത്. ഇടത്തോട്ട് കാബൂൾ മുതൽ കാന വരെയുള്ള ദേശം. ആ കാനയാണ് പിന്നെ കാനാവായി മാറിയത്. അതിൻ്റെ അതിരെന്ന് പറയുന്നത് സീദോൻ വരെ ചെല്ലുന്ന അതിര. എന്താ പ്രത്യേകത? സ്വോത്രം ഈ കാനയും ഇതൊക്കെ ആശീർ കുലത്തിൻ്റെ അവകാശ ഭൂമിയായിട്ട് ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ഒരു പ്രാർത്ഥിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് മറുപടി കിട്ടിയില്ല? അതിര് ചെന്ന് നിൽക്കുന്നത് സീദോനില. എന്താ സീദോന്റെ പ്രശ്നം? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം സ്വോത്രം 30-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. 31 വായിച്ചേ സഹോദരി. നെബാത്തിന്റെ മകനായ മതി 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 മതി. അവിടെ വായിക്കുന്നത് മഹാനഗരമായ സീദോൻ വരെ ചെല്ലുക. എന്താ സീദോന്റെ പ്രത്യേകത? സ്വോത്ര സീദോൻ എന്ന് പറയുന്നത് സ്വോത്രം മെസലിയ മഹാനഗരമായ സീദോൻ വരെ 2 റൂട്ട് അതിനുണ്ട്. സ്വോത്രം മെസലിയ അതിന് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിച്ച് 10-19. ഉൽപ്പത്തി പുസ്തകം 10-19 ഒന്ന് തൊട്ട് വരാം. ഉൽപ്പത്തി പുസ്തകം 10 പെട്ടെന്ന് നിർത്താം. 10-19. അപ്പോ കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങിയുള്ള അതിര എന്ന് പറഞ്ഞാൽ അപ്പൻ അനുഗ്രഹിച്ച ആശീർ കുലത്തിന്റെ വാഗ്ദത്തം കാനായിൽ വന്നിട്ട് സീദോൻ വരെ ചെന്ന് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് അപ്പൻ ശപിച്ച കനാന്റെ കുലമാ. സ്വോത്രം. അപ്പൻ അനുഗ്രഹിച്ച ആശീർ കുലം ഒരു ഭാഗത്ത്, അപ്പൻ ശപിച്ച കനാന്റെ കുലം മറുഭാഗത്ത്. ഇതിന് രണ്ടിനെ ബന്ധിക്കുന്ന ഒരു സ്ഥലമാണ് സീദോന്യ അതിരെന്ന് പറയുന്നത്. ഈ സീദോന്യ അതിരിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സീദോന്യ രാജാവായ ഏത്തുബാല. ഏത്തുബാല് നാട് ഭരിക്കുന്ന രാജാവാണെങ്കിലും ഈ ഏത്തുബാല് പകൽ മാത്രമേ രാജാവാകുള്ളൂ. രാത്രി പുള്ളി ഒരു മന്ത്രവാദിയാ. പുള്ളിയുടെ ദൈവമാണ് ബാലിൻ്റെയും അശേര പ്രതിഷ്ഠകളുടെ ദൈവം. ഞാൻ പറയട്ടെ, വാഗ്ദത്തങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയെ തടയുന്നുകൊണ്ട് അതിരിങ്കിലൊരു ശക്തി വെളിപ്പെട്ട് നിൽക്കുകയാ. സ്വത്ര ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി പാർസിപ്പുവിന് തടയാമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയും പിശാചിന് തടയാം. അത് മനസ്സിലാക്കിയ കർത്താവ് പറയാണ്, കർത്താവ് എങ്ങനെയാ ഗലീലേക്ക് പോയത്? ചുമ്മാ പോയതല്ല. ലൂക്കോസ് 4:14 ഇങ്ങനെ വായിക്കുന്നു, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയുടെ മണ്ണിലേക്ക് പോയി. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. യേശുവിന് മനസ്സിലായി വർഷങ്ങൾ കൊണ്ട് നന്മയെ തടയുന്നൊരു വ്യാപാരം ആ മണ്ണിനകത്തുണ്ട്. പക്ഷേ തുറക്കാൻ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്തോട്ട് ഇറങ്ങി വരിക. സ്വത്ര എത്ര പേരും രാത്രി വിശ്വസിക്കുന്നുണ്ട് ഒരു ആത്മാവിന്റെ ശക്തി, ഒരു പരിശുദ്ധാത്മാവിന്റെ തീ ഇന്ന് രാത്രി ഇതിനകത്തോട്ട് ഇറങ്ങി വരികയാണ്. ഇതിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് ഇന്ന് രാത്രി പിടിച്ചു കയറ്റാൻ ഒരു ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇറങ്ങി വരികയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരുമിച്ച് കരങ്ങൾ ചേർത്തടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്ക്. ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ 19-ാം ദിവസം രാത്രി ഇതുവരെ പ്രാപിക്കാത്തൊരു ആത്മസാന്നിധ്യം, ഇതുവരെ പ്രാപിക്കാത്തൊരു ആത്മസാന്നിധ്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിനകം നിറഞ്ഞു കവിയട്ടെ. ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അല്പസമയം കരങ്ങൾ ചേർത്തടിച്ച് ഇന്ന് രാത്രി ദീർഘ ദിവസം കൊണ്ട് വാഗ്ദത്തത്തിനായി പ്രാർത്ഥിക്കുന്ന, വാഗ്ദത്തത്തിനായി കരയുന്ന, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനായിട്ട് ദൈവത്തോട് അനുദപിക്കുന്ന ദൈവവൈതലേ, നിന്റെ വാഗ്ദത്തത്തെ തടഞ്ഞുകൊണ്ട്, നിന്റെ നന്മയെ തടഞ്ഞുകൊണ്ട് അധ്വാനിച്ചിട്ട് ഒരു കരയിലും കയറിപ്പറ്റാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കരയുന്ന, തലമുറയോർത്ത് കരയുന്ന, കുടുംബത്തെ ഓർത്ത് കരയുന്ന, വാഗ്ദത്തങ്ങളെ ഓർത്ത് കരയുന്ന ദൈവത്തിന്റെ മക്കളെ തടയുന്ന പിശാചിന്റെ പദ്ധതികള് ഇന്ന് രാത്രി വെട്ടി വീഴ്ത്താൻ ഒരു അഭിഷേകത്തിന്റെ തീ ഈ രാത്രി നിങ്ങളുടെ മേൽ വന്ന് വീഴാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം, ഇതുവരെ പ്രാപിക്കാത്ത ഒരു അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി. Feel the spirit of Holy Ghost.
ഇന്ന് രാത്രി ഈ 19-ാം ദിവസം രാത്രി ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെടുകയാണ്. അതിനെ തടയാൻ നോക്കിയ, അതിനെ തടയാൻ ശ്രമിച്ച ചില ദുഷ്ടന്റെ സ്വാധീനതകൾ ഇന്ന് രാത്രി ദൈവകൃപയുടെ മുമ്പിൽ, ദൈവ അഭിഷേകത്തിന്റെ മുമ്പിൽ തീങ്കൽ മെഴുകുരുകുന്ന പോലെ, പുഷ്ടി നിമിത്തം മുഖം തകരുന്നത് പോലെ ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കുകയാണ്. ഒരു അഭിഷേകത്തിന്റെ കൃപ ഇന്ന് രാത്രി ചലിക്കുകയാണ്. വലിയവ പ്രതീക്ഷിച്ച് കടന്നു വന്ന ദൈവവൈതല് ഇന്ന് രാത്രി ചില പാരമ്പര്യത്തിന്റെ ശക്തികള്, ചില പാരമ്പര്യത്തിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി തകരുകയാണ്. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. ചില പാരമ്പര്യത്തിന്റെ വ്യാപാരങ്ങൾ എത്ര ശ്രമിച്ചിട്ട് തലമുറയുടെ വിദ്യാഭ്യാസ മേഖലകള് മന്ദീഭവിപ്പിക്കുന്ന, മന്ദത പിടിപ്പിക്കുന്ന, എത്ര ശ്രമിച്ചിട്ട് പഠിച്ചു കയറാൻ കഴിയാതെ വണ്ണം അവരെ ഇട്ട് വലയ്ക്കുന്ന ദുഷ്ടന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി തകരുകയാണ്. പരിശുദ്ധാത്മ പറയുന്നു തകരുകയാണ്. നിന്റെ ശരീരത്തിനെതിരെ രോഗശക്തി അടിച്ചുവിടുന്ന ചില അന്ധകാര ശക്തി തകരുകയാണ്. ഒരു അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി വീഴുകയാണ്. ശക്തിയോടെ, ശക്തിയോടെ. പരിശുദ്ധാത്മാവിനെ നിയോഗിക്കുന്നു. ഒരു അഭിഷേകത്തിന്റെ തീ വന്ന് വീഴുകയാ. എത്ര ശ്രമിച്ചിട്ട് പാരമ്പര്യത്തിന്റെ വ്യാപാര ശക്തികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു ഈ മണ്ണിൽ കാലി ചവിട്ടിയപ്പോഴേ, ഈ കുവൈറ്റിന്റെ മണ്ണിൽ കാലി ചവിട്ടിയപ്പോഴേ നീ ശൂന്യനായി മടങ്ങി വരുന്നത് കാണാൻ, നീ ശൂന്യനായി മടങ്ങി വരുന്നത് കാണാൻ കൊതിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കൊതിച്ചുകൊണ്ട് ദുഷ്ടനെ കൂട്ടുപിടിച്ചത് ചില പ്രയോഗങ്ങൾ ഇന്ന് രാത്രി ആത്മശക്തിയാൽ അഴിയുന്നുണ്ട്. ഇന്ന് രാത്രി ആത്മശക്തിയാൽ അത് തകരുന്നുണ്ട്. ഇന്ന് രാത്രി ആത്മശക്തിയാൽ അത് തകരുന്നുണ്ട്. യെസ്, ഇന്ന് രാത്രി തകരുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവം പറയാണ് അത് തകരുകയാണ്, അത് തകരുകയാണ്. സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ അടുത്തോട്ട് വരുന്നില്ല. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ചിലത് ഇന്ന് രാത്രി തകരുകയാണ്. ആമേ, ദേശത്ത് കാലിയ വെട്ടിയപ്പോഴേ ശൂന്യനായി മടങ്ങി വരുന്നത് കാണാൻ, ഒന്നുമില്ലാത്തവനായി മടങ്ങി വരുന്നത് കാണാൻ, ഹല്ലേലൂയ, ജോലി ചെയ്യാൻ പറ്റാതെ നിന്റെ ശരീരം തളർന്നു പോകുന്നത് കാണാൻ, ശരീരം ക്ഷീണിച്ചു പോകുന്നത് കാണാൻ, നിന്റെ കുടുംബജീവിതത്തിനകത്ത് തകർച്ച വരുന്നത് കാണാൻ കൊതിക്കുന്നവരുടെ നടുവില് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ തീ ഇതിനകത്ത് വന്നു വീഴുകയാ. ദൈവം ചിലരെ തൊടുകയാണ്, ദൈവം ചിലരെ തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ചിലരെ അഭിഷേകം ചെയ്യുകയാണ്. ദൈവ സാന്നിധ്യം ചലിക്കുന്നു, ദൈവ സാന്നിധ്യം ചലിക്കുന്നു, ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ചലിക്കുന്നു, ദൈവകൃപ ചലിക്കുന്നു. പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവ് ഈ 19-ാം ദിവസം രാത്രി പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങി, പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങി. ഒറ്റ വാക്കിൽ ഞാൻ ശാസിച്ച് മൈക്ക് കൈ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുക. പരിശുദ്ധാത്മാവ് ദൈവം എന്നോട് പറയുന്നു തടസ്സം സൃഷ്ടിക്കുന്ന, എത്ര പ്രാർത്ഥിച്ചിട്ട്, എത്ര ഉപവസിച്ചിട്ട് പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വിടുതൽ കാണാൻ, പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ദൈവപ്രവൃത്തി കാണാൻ, പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വിടുതൽ കാണാൻ കഴിയാതെ ഇന്നും കിടന്ന് വലയുന്ന ജീവിതമേ, തടയുന്ന ഒരു വ്യാപാര ശക്തി കൊണ്ട് ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തി അതിനെ വെട്ടിക്കേറുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനെ വെട്ടിക്കേറുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തില്, അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി നന്മയെ തടയുന്ന, അനുഗ്രഹങ്ങളെ തടയുന്ന, എത്ര ശ്രമിച്ചിട്ട് ഒരു പരിധിക്കപ്പുറം കയറിപ്പറ്റാൻ കഴിയാതെ ഇന്നും കിടന്ന് വലയുന്ന, വലയ്ക്കുന്ന ജീവിതങ്ങളെ വലയിപ്പിക്കുന്ന ദുഷ്ടവ്യാപാരത്തെ ഇന്ന് രാത്രി പിതാവിന്റെയോ പുത്രന്റെയോ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് യേശു കർത്താവ് തന്ന അധികാരത്താൽ ശാസിച്ച് ജയമെടുക്കുകയാണ്. വിട്ടു മാറ്.
ഒരു തീ ഇറങ്ങുന്നു, ഒരു അഭിഷേകത്തിൻ്റെ തീ ഇറങ്ങുന്നു, ഒരു അഭിഷേകത്തിൻ്റെ തീ ഇറങ്ങുന്നു. ഇന്ന് രാത്രി ചില കെട്ടുകൾ പൊട്ടുകയാണ്, ചില ബന്ധനങ്ങൾ അഴിയുകയാണ്, തടയുന്ന ചില വ്യാപാരങ്ങൾ, അതിരിങ്ങൾ വെളിപ്പെട്ടു നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ തേർവാഴ്ചകൾ ഇന്ന് രാത്രി അഴിയുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ 19ാമത്തെ രാത്രി പരിശുദ്ധമ്മ പറയാണ്, ഇന്ന് രാത്രി ഒരു വിടുതൽ ദൈവം അയക്കുകയാണ്, ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി അയക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ കാണത്തക്കവണ്ണം, ഒരു കാര്യം കൂടെ ആത്മാവിൽ ശാസിക്കാൻ പറയുന്നു. അടുത്തടുത്തിരിക്കുന്നവരുടെ കരങ്ങൾ കോർത്തു പിടിച്ച്, അടുത്തടുത്തിരിക്കുന്നവരുടെ കരങ്ങൾ ഞാൻ എഴുന്നേൽപ്പിക്കുന്നില്ല, അടുത്തടുത്തിരിക്കുന്നവരുടെ കരങ്ങൾ കോർത്തു പിടിച്ച് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലരുടെ മനസ്സിനെ ഇടിയിപ്പിച്ച്, ഹല്ലേലൂയ, മനസ്സിനെ ഇടിയിപ്പിച്ച്, മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തി, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട്, മനസ്സിനെ വല്ലാതെ പിരിമുറുക്കം നടത്തിയിട്ട് ആരാധിക്കണോ വേണ്ടയോ, ആമേ സോദരദാമേ, ആരാധിക്കണോ വേണ്ടയോ, ഹല്ലേലൂയ, എന്തിനാരാധിക്കണമെന്നൊക്കെ ചിന്തിപ്പിച്ച് മനസ്സിനെ വല്ലാതെ വലയിപ്പിച്ച് ഈ ആലയത്തിൻ്റെ ഐക്യതയെ തകർത്ത്, സ്നേഹത്തെ തകർത്ത്, ആരാധനയുടെ സാന്നിധ്യത്തെ കെടുത്തിക്കളയാൻ നോക്കുന്ന ദുഷ്ടന്റെ വ്യാപാര ശക്തിയെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി ജയമെടുക്കാൻ പോകുകയാ. ആത്മാവിൽ ഞാൻ ശാസിച്ചു കഴിയുമ്പോൾ കരം വിട്ട് ദൈവത്തെ ആരാധിച്ചോണോ. ഇപ്പൊ കരങ്ങൾ ചേർത്ത് പിടിച്ച് അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിലോ, ഇല്ലാത്തവർ യേശുവിന്റെ രക്തത്താല് സ്തുതിച്ചു തുടങ്ങി. അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ലഭിച്ച അഭിഷേകത്താൽ ആ വ്യാപാര ശക്തിയെ, സഭയ്ക്കെതിരെ ചൂഷണം വയ്ക്കാൻ നിൽക്കുന്ന വ്യാപാര ശക്തികളെ, മനസ്സിന്റെ താളത്തെ പിടിച്ചുലപ്പിക്കുന്ന ദുഷ്ട വ്യാപാര ശക്തികളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ജയമെടുക്കുകയാണ്. അഴിഞ്ഞു കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രി ജയമെടു ദൈവ സഭ ശക്തിയോടെ. The power of Holy Ghost, the power of Holy Ghost, ശക്തിയോടെ, ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ ഇടിഞ്ഞ ചിന്താഗതിയെ തമ്പുരാൻ ഉടച്ചു കളയുന്നു. ഇന്ന് രാത്രി 19ാമത്തെ രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, സ്വാർത്ഥ ചിന്താഗതിയെ പരിശുദ്ധമ വെട്ടിമാറ്റുന്നു, ഇടുങ്ങിയ ചിന്താഗതിയെ വെട്ടിമാറ്റുന്നു. ദൈവത്തിന് വലിയ പ്ലാൻ ഈ സഭയെ കുറിച്ചുണ്ട്. അതിനെതിരെ തുരങ്കം വെക്കുന്ന പിശാചിന്റെ പദ്ധതിയെ ഇന്ന് രാത്രി വെട്ടിക്കളയുകയാണ്. അഴിഞ്ഞു പോ. തീ, തീ, അഭിഷേകത്തിന്റെ തീ ചലിക്കുന്നു, അഭിഷേകത്തിന്റെ തീ ചലിക്കുന്നു, അഭിഷേകത്തിന്റെ തീ ചലിക്കുന്നു. ശക്തിയോടെ ഐശ്വര്യമായി രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ ബൈജു പാസ്റ്ററോട് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഷാജി ബ്രദർ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിച്ചു. ഭൂമി വെച്ച് കർത്താവ് ഞങ്ങൾക്ക് ഒരു അവസരം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് കടന്നു വന്ന കർത്താവെ, ഞങ്ങളുടെ കർത്താവ് വചനം സംസാരിച്ച ഞങ്ങളുടെ ദാസനെ കർത്താവ് കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. എനിക്കിവിടെ വചനം കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രകാരം കർത്താവ് മുമ്പോട്ട് ജീവിക്കാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് നൽകുമാറാക്കണമേ എന്ന് പ്രാർത്ഥന. സ്നേഹത്തോടും ഐക്യതയോടും കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടന്നുവന്ന ജീവിതങ്ങളെല്ലാം കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കുമാറാക്കണമേ. ഇരട്ടി കർത്താവ് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾ മടങ്ങിപ്പോകാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആദ്യം കർത്താവ് അങ്ങോട്ട് സ്ഥാനത്ത് ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളിപ്പം മടങ്ങിപ്പോകത്തിന് സ്ഥാനത്ത് ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാക്കണമേ. പ്രാർത്ഥന കെട്ടനായി സ്തോത്രം സർവേശു നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, നാളെ രാത്രി കൃത്യസമയത്ത് തന്നെ നമ്മുടെ യോഗം ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സ്റ്റാൻലി ജോയ് പത്തനാപുരം ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും
ഇന്ന് രാത്രി ദൈവത്തിനെ ശുശ്രൂഷിച്ച കർത്തൃദാസൻ്റെ മേലും നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. സമാധാനത്തോടെ മടങ്ങിപ്പോകാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.